നമ്മോടൊപ്പം കേൾവിപരിമിതരെ സഹായിക്കുന്നതിനു വേണ്ടി സോനാജറിയും. പാലക്കാട് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങിയ യുവാവിനെ രക്ഷപ്പെടുത്തി. വാച്ചർമാരുടെ കണ്ണ് വെട്ടിച്ചാണ് യുവാക്കൾ നിയന്ത്രിത മേഖലയിലെത്തിയത്. ഫയർഫോഴ്സും പോലീസുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. എസ് ശ്രീകാന്ത് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീകാന്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീകാന്ത്, പാലക്കാട് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലാണ് യുവാവ് കുടുങ്ങിയത്. യുവാവിനെ ഇപ്പോൾ രക്ഷപ്പെടുത്തി എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. വാച്ചർമാരുടെ കണ്ണു വെട്ടിച്ചാണ് യുവാക്കൾ ഈ മേഖലയിലേക്ക് എത്തിയത്. നിയന്ത്രണമുള്ള മേഖലയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് തൊട്ടു പിന്നാലെ ഫയർഫോഴ്സും പോലീസും എത്തി രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. ഇപ്പോൾ യുവാവിനെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. സംസ്ഥാനത്തെമ്പാടും കനത്ത മഴയുണ്ട്. നദികൾ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് പാലക്കാട് ഈ വെള്ളച്ചാട്ടത്തിൽ യുവാവ് കുടുങ്ങിയത്. ഇപ്പോൾ വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, യുവാവിനെ പുറത്തെത്തിച്ചുവല്ലോ, എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ശ്രീകാന്ത്, പാലക്കാട് നിന്നും വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, പാലക്കാട് സീതാർകുണ്ട് വെള്ളച്ചാട്ടം യുവാക്കളിൽ ഒരാൾ ആ വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങി എന്നുള്ളതായിരുന്നു. വാച്ചർമാരുടെ കണ്ണു വെട്ടിച്ചാണ് യുവാക്കൾ നിയന്ത്രിത മേഖലയിലേക്ക് എത്തിയത്. പിന്നീട് ഈ കാണാതായതിനെ തുടർന്ന് ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ പോലീസും തെരച്ചിൽ ആരംഭിച്ചു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ യുവാവിനെ കണ്ടെത്തുകയും രക്ഷിക്കുകയും ചെയ്തത്. ഈ മഴ തുടങ്ങിയതിന് ശേഷം ഇത്തരം ജലാശയങ്ങളിലേക്കും അതോടൊപ്പം മലമുകളിലേക്കും ഒക്കെയുള്ള യാത്രയടക്കം നിരോധിച്ചിരുന്നു. ഇതിനിടയിലാണ് വാച്ചർമാരുടെ കണ്ണു വെട്ടിച്ച് ഈ യുവാക്കൾ ഇവിടേക്ക് എത്തിയതും അപകടത്തിൽപ്പെട്ടതും. എന്തായാലും ഇപ്പോൾ രക്ഷപ്പെടുത്തിയിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ശരി, എസ് ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ബീഹാർ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ 2 പേർ കൂടി അറസ്റ്റിലായി. പട്നയിൽ നിന്ന് പങ്കജ് കുമാർ, ജാർഖണ്ഡിൽ നിന്ന് രാജു സിംഗ് എന്നിവരാണ് അറസ്റ്റിലായത്. പങ്കജ് കുമാർ ചോദ്യപേപ്പർ മോഷ്ടിച്ചതായും രാജു സിംഗ് ചോദ്യപേപ്പർ വിതരണം ചെയ്തു എന്നുമാണ് CBIയുടെ കണ്ടെത്തൽ. അച്യുതൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. അച്യുതൻ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഈ കഴിഞ്ഞ ആഴ്ചയാണ് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസുമായി ബന്ധപ്പെട്ട അതിൻ്റെ മുഖ്യ സൂത്രധാരൻ രാകേഷ് രഞ്ജനെ CBI അറസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തെ പട്നയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട 13 പ്രതികളെയും CBI കസ്റ്റഡിയിൽ വാങ്ങിച്ചിരുന്നു. ഇവരുമായുള്ള ചോദ്യം ചെയ്യലിലാണ് ഈ 2 പ്രതികളിലേക്കുള്ള ഒരു ലീഡ് ലഭിച്ചതായി ഇപ്പോൾ CBI വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. പങ്കജ് കുമാർ, രാജു സിംഗ് എന്നീ 2 പേരെയാണ് നിലവിൽ ഇപ്പോൾ CBI അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരാളെ പട്നയിൽ നിന്നും, രണ്ടാമത്തെ ആളെ രാജു സിംഗ് എന്ന് പറയുന്ന രണ്ടാമത്തെ ആളെ ജാർഖണ്ഡിലെ ഹസാരിബാഗിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പങ്കജ് കുമാർ ചോദ്യപേപ്പർ മോഷ്ടിച്ചതായും ഈ രാജു സിംഗ് എന്ന് പറയുന്ന പ്രതി അത് വിതരണം ചെയ്തതുമായുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതായി CBI അറിയിച്ചിട്ടുണ്ട്. ഉന്മേഷ്, അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ കിട്ടിയ ഒരു വാർത്ത അത് വരുന്നത് കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂരിൽ പനി ബാധിച്ച് യുവാവ് മരിച്ചു എന്ന് സജോ ദേവസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അലവിൽ സ്വദേശി അബ്ദുൾ ജബ്ബാറാണ് മരിച്ചത് എന്നാണ് സജോ ദേവസി ഇപ്പോൾ അറിയിക്കുന്നത് കണ്ണൂരിൽ നിന്ന്. സംസ്ഥാനത്ത് കാട്ടാനകളുടെ എണ്ണത്തിൽ കുറവ്. നിലവിൽ ആകെ 1793 കാട്ടാനകളാണ് ഉള്ളത്. കഴിഞ്ഞ വർഷം 1920 ആനകളാണ് ഉണ്ടായിരുന്നത് എന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. അഖിൽ ഷാൻ സാറുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത്. അഖിൽ ഷാ, എങ്ങനെയാണ് ഇപ്പോൾ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് മന്ത്രി? മെയ് മാസം 23, 24, 25 തീയതികളിലാണ് ഈ കാട്ടാന കണക്കെടുപ്പ് നടന്നത്. അത് തമിഴ്നാട്, കർണാടക, ആന്ധ്ര, പിന്നെ കേരളം, ഈ 4 സംസ്ഥാനങ്ങൾ ചേർന്നാണ് ഈ കണക്കെടുപ്പ് നടന്നത്. അതിലാണ് ഇത്തരത്തിലൊരു കണക്ക് ഇപ്പോൾ നിലവിൽ മന്ത്രി പുറത്തുവിട്ടിരിക്കുന്നത്. ഈ കേരളത്തിലെ വനങ്ങളിലെ കാട്ടാനകളുടെ എണ്ണം അത് 1793-നും 1795-നും ഇടയിൽ എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കിയ ഒരു കാര്യം. ഒപ്പം 1920 ആനകളെയാണ് 2023 കണ്ടെത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷം ആനകളുടെ എണ്ണത്തിൽ ഒരു കുറവുണ്ടായിട്ടുണ്ട്. -6.61% കുറവാണ് ആനകളുടെ എണ്ണത്തിൽ ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ കഴിഞ്ഞ വർഷം ആനകളുടെ മരണം ശരാശരി 100 ആനകൾ എന്നുള്ളതായിരുന്നു. അതായത് ശരാശരി 100 ആനകൾ കഴിഞ്ഞ വർഷം കേരളത്തിലെ വനമേഖലകളിൽ പല കാരണങ്ങളാൽ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യവും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തിലെ വനമേഖലയിൽ ആനകളുടെ എണ്ണം കൂടിയിട്ടില്ല എന്നുള്ളതാണ് വനമന്ത്രി ഏറ്റവും പ്രധാനമായും എടുത്തു പറഞ്ഞത്. ഒപ്പം ഈ വന്യജീവികളുടെ എണ്ണത്തിലുള്ള കാര്യം, പക്ഷേ അവ നാട്ടിലേക്ക് ഇറങ്ങി ആക്രമണം നടത്തുന്നതിൽ കൃത്യമായ ഇടപെടൽ സർക്കാർ നടത്തും, അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നുള്ള കാര്യവും മന്ത്രി വ്യക്തമാക്കുന്നത്. അഖിൽ ഷാൻ സാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മഴയുമായി ബന്ധപ്പെട്ടിപ്പോൾ റവന്യൂ മന്ത്രി അറിയിക്കുന്ന ഒരു കാര്യം അത് സൂരജ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 19-ാം തീയതി പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നുള്ള മുന്നറിയിപ്പ് ലഭിച്ചതായി അറിയിക്കുന്നു. ഇടുക്കിയെ ബാധിക്കാൻ കൂടുതൽ സാധ്യത എന്നുകൂടി ഇപ്പോൾ അറിയിക്കുന്നുണ്ട് റവന്യൂ മന്ത്രി.
എലിപ്പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന ജിം ട്രെയിനർ മരിച്ചു. ഗുരുവായൂർ മമ്മിയൂർ സ്വദേശി സുരേഷ് ജോർജാണ് മരിച്ചത്. 62 വയസ്സായിരുന്നു. സൂരജ് സജ്ജിയുണ്ട് തൃശൂരിൽ നിന്ന്. സൂരജ്, ഒരു പനിമരണം കൂടി സംസ്ഥാനത്ത്, വിവരങ്ങൾ എന്തൊക്കെ? തൃശൂർ ജില്ലയിൽ ഈ അടുത്ത ദിവസങ്ങളിൽ സ്ഥിരീകരിക്കുന്ന രണ്ടാമത്തെ എലിപ്പനി മരണമാണ്. കഴിഞ്ഞ ദിവസവും ഒരു മരണം സ്ഥിരീകരിച്ചിരുന്നു. ഇന്നിപ്പോൾ മരിച്ചിരിക്കുന്ന ജിം ട്രെയിനർ കൂടിയായിട്ടുള്ള ഗുരുവായൂർ മമ്മിയൂർ സ്വദേശി സുരേഷ് ജോർജാണ്. 62 വയസ്സായിരുന്നു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഈ എലിപ്പനി ബാധിച്ച് ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ ആയിരുന്നു അന്ത്യം. മിസ്റ്റർ തൃശൂർ, അതുപോലെ തന്നെ മിസ്റ്റർ കാലിക്കറ്റ്, അതുപോലെ തന്നെ മിസ്റ്റർ കേരള എന്നീ പട്ടങ്ങളടക്കം നിരവധി പട്ടങ്ങൾ നേടിയ ഹിന്ദി അധ്യാപകനായിരുന്നു ഇദ്ദേഹം. കഴിഞ്ഞ ആഴ്ചയാണ് ഈ സുരേഷിന് എലിപ്പനി സ്ഥിരീകരിച്ചത്. പിന്നീട് ഈ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇന്ന് ചികിത്സയിലിരിക്കെ മരിക്കുകയായിരുന്നു. ശരി സൂരജ് സജ്ജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ആമിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണത്തിന് മരിച്ച തൊഴിലാളി എൻ ജോയിയുടെ കുടുംബത്തിന് റെയിൽവേ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് റെയിൽവേ മന്ത്രിക്ക് കത്ത് നൽകി. കൊടിക്കുന്നിൽ സുരേഷ് എംപിയാണ് കത്ത് നൽകിയത്. എ വി ജയശങ്കർ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ജയശങ്കർ, ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ റെയിൽവേയോട്. കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ ഈ കത്തുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ ജയശങ്കർ? അതായത് ഉന്മേഷ, കൊടിക്കുന്നിൽ സുരേഷ് എം പി ഇന്നാണ് ഇത് സംബന്ധിച്ച കത്ത് കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കൈമാറുന്നത്. അതായത് ഈ തോട്ടിൽ ജോലി നോക്കുന്നതിനിടെ മരിച്ച തൊഴിലാളി ജോയിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ റെയിൽവേയുടെ ഇത്തരം ജോലികൾക്കെടുക്കുന്ന കരാർ മറ്റും ജോലികൾ ചെയ്യുന്ന തൊഴിലാളികളെ റെയിൽവേ അധികൃതർ കുറച്ചുകൂടി നല്ല രീതിയിൽ പരിഗണിക്കണമെന്നും മന്ത്രിയുടെ കത്തിലൂടെ കൊടിക്കുന്നിൽ സുരേഷ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഈ ജോയിയുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ജോലി നൽകുന്ന കാര്യം മന്ത്രിയെ നേരിൽ കണ്ട് ആവശ്യപ്പെടും എന്നൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഈ പാർലമെന്റ് സെഷൻ കൂടുന്നൊരു ഘട്ടത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രിയെ നേരിൽ കാണുമെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് വ്യക്തമാക്കുന്നത്. കൂടുതൽ ഈ മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെ എ റഹീം ഉൾപ്പെടെ DYFI ഉൾപ്പെടെ വിവിധ സംഘടനകളും നേതാക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുരേഷ് ഗോപി ഉൾപ്പെടെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും റെയിൽവേ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അനുകൂല ഉണ്ടാകുമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് റെയിൽവേയുടെ അവലോകനം തുടരുകയാണ്. ഇന്ന് റെയിൽവേ നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഈ നഷ്ടപരിഹാരത്തെക്കുറിച്ച് ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു മറുപടി നൽകാൻ തയ്യാറായിരുന്നില്ല. എന്തായാലും നിരവധി അപേക്ഷകൾ റെയിൽവേ മന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട്. ഉന്മേഷ്, എ വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിൽ പനി ബാധിച്ച് യുവാവ് മരിച്ചു എന്നുള്ള വാർത്ത വരുന്നു. അലവിൽ സ്വദേശി അബ്ദുൽ ജബ്ബാറാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. സജോ ദേവസി വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. സജോ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി കണ്ണൂർ അലവിൽ സ്വദേശി അബ്ദുൽ ജബ്ബാർ പനി ബാധിച്ച് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. ഇന്നാണ് മരണം സംഭവിച്ചത്. 40 വയസ്സായിരുന്നു. പനി മരണം എന്ന് തന്നെയാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഇത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് ജില്ലാ ആരോഗ്യ വിഭാഗം ഔദ്യോഗികമായ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. ഇക്കാര്യം ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുന്നുണ്ട്. പനിമരണത്തിന്റെ കണക്കിൽ ഉൾപ്പെടുത്തുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഔദ്യോഗികമായി ആരോഗ്യ വകുപ്പ് കടന്നിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കാര്യം വിശദമായി പരിശോധിക്കുമെന്ന് പറയുന്നു. സംസ്ഥാനത്ത് പനി മരണങ്ങളുടെ എണ്ണം കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി കാര്യമായി ഉയരുന്നുണ്ട് എന്നത് ഒരു വളരെ അലാമിംഗ് ആയ ഒരു സാഹചര്യം സംസ്ഥാനത്ത് ആകെയുണ്ട് എന്നത് എടുത്തു പറയേണ്ടതാണ്. പനിമരണങ്ങൾ കാര്യമായി വർദ്ധിക്കുന്നു. അതിനിടെയാണ് സങ്കടകരമായ ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യുന്നു കണ്ണൂരിൽ എന്നത് അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ശരി സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നത് പരിഗണിക്കാതെ നിരവധി ആളുകളാണ് ആലുവ മണപ്പുറത്ത് സെൽഫി എടുക്കാനായി എത്തുന്നത്. അവധി ദിവസമായതുകൊണ്ട് കൂടുതൽ പേർ മണപ്പുറത്തെ വെള്ളത്തിലിറങ്ങാനെത്തി. പോലീസ് എത്തിയപ്പോൾ ഇവരെയൊക്കെ തിരിച്ചയക്കുകയാണ്. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാംകുമാർ, അങ്ങനെ നദി കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ട്, വലിയ തോതിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. അതിനിടയിലാണല്ലോ ഇത്തരത്തിൽ ആളുകൾ എത്തുന്നത്. ഇപ്പോൾ എന്താണ് പോലീസ് സ്വീകരിക്കുന്ന നടപടി, ശ്യാംകുമാർ? ഉന്മേഷ, നമ്മൾ ആ വാർത്ത സംരക്ഷണം ചെയ്തതിന് പിന്നാലെ ആലുവ സ്റ്റേഷനിൽ നിന്ന് പോലീസ് സംഘം അവിടെ എത്തുകയും നദിയിലേക്ക് ഇറങ്ങി സെൽഫി എടുക്കാൻ നിന്നവരെയൊക്കെ തിരികെ അയക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലൂടെ പോലീസിന്റെ സാന്നിധ്യമുണ്ട്. പാലത്തിൽ ഉൾപ്പെടെ വന്ന സഞ്ചാരികൾ തിരികെ പോകാൻ പോലീസുകാർ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ പെരിയാറിൽ വെള്ളത്തിന്റെ നിരപ്പ് ഉയർന്നത് പോലും പരിഗണിക്കാതെയാണ് ആളുകൾ ആലുവ മണപ്പുറം പാലത്തിന്റെ കരകളിലും മറുവശത്തും ഒക്കെ എത്തുകയും സെൽഫികൾ എടുത്തുകൊണ്ട് അവിടെ നിലയുറപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത്രയും നേരമായിട്ടും അവിടെ പോലീസ് ഇല്ലായിരുന്നു. വാർത്ത നൽകിയതിന് പിന്നാലെയാണ് ആലുവ സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ പോലീസ് സംഘം അവിടെ എത്തുകയും ആളുകളെ തിരികെ അയപ്പിക്കുകയും ചെയ്യുന്നത്. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന്.
കോഴിക്കോട് കൊല്ലം കുഞ്ഞോറ മലയിൽ വീണ്ടും മണ്ണിടിച്ചിൽ. ബൈപ്പാസ് നിർമ്മാണം നടക്കുന്നതിന് സമീപമാണ് വലിയ ശബ്ദത്തോടെ വെള്ളവും മണ്ണും കുത്തിയൊലിച്ച് എത്തിയത്. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് ഇപ്പോൾ കോഴിക്കോട് വിവരങ്ങളുമായി. രാഹുൽ, വിശദാംശങ്ങൾ. ഉന്മേഷ്, കൊല്ലം കുഞ്ഞോറ മലയിൽ വൈകിട്ട് 4 മണിയോടുകൂടിയാണ് വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്. ബൈപ്പാസ് വഴി നടക്കുന്നിടത്ത് വലിയ ശബ്ദത്തോടെ വെള്ളവും മണ്ണും ഒലിച്ചിറങ്ങുകയായിരുന്നു. പുതിയ ബൈപ്പാസ് റോഡിലേക്കാണ് ഈ കല്ലും മരങ്ങളും ഉൾപ്പെടെ ഇടിഞ്ഞു വീണിട്ടുള്ളത്. ഈ സംഭവം നടക്കുന്ന സമയത്ത് ആരും ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു അപകടം ഒഴിവായി എന്ന് തന്നെ പറയാം. ഈ നിർമ്മാണ പ്രവർത്തികളുടെ ഭാഗമായി മണ്ണിടിച്ചിൽ ഉണ്ടാകാതിരിക്കാനുള്ള പ്രവർത്തികൾ കൂടി നടക്കുന്നുണ്ടായിരുന്നു. അതിന് സമീപമാണ് ഇപ്പോൾ ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു. അന്ന് തന്നെ ആളുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇന്നത്തെ മണ്ണിടിച്ചിലിന്റെ ഭാഗമായി നിരവധി വീടുകളും അപകട ഭീഷണിയിലാണ്. ഈ നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ പ്രദേശം സന്ദർശിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഉന്മേഷ്. രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊട്ടാരക്കര പവിത്രേശ്വരത്ത് കാറ്റിലും മഴയിലും വീട് ഭാഗികമായി തകർന്നു. വീടിന് മുകളിലേക്ക് മരം വീഴുകയായിരുന്നു. ആളപായമില്ല. എ വി ജയശങ്കർ കൊട്ടാരക്കരയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജയശങ്കർ, എന്തൊക്കെയാണ് മഴക്കെടുതി സംബന്ധിച്ച വിവരങ്ങൾ? ഉന്മേഷ, ഈ പ്രദേശത്തുണ്ടായ ശക്തമായ കാറ്റിലാണ് ഇത്തരത്തിൽ പവിത്രേശ്വരം സ്വദേശി രാധാകൃഷ്ണ പിള്ളയുടെ വീടിന്റെ മുകളിലേക്ക് പുളിമരം വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് പുലർച്ചയോടെയായിരുന്നു ഇത്തരത്തിൽ മരം വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ഘട്ടത്തിൽ ഈ മരം വീഴുന്ന ഭാഗത്ത്, ഈ വീടിന്റെ ഭാഗത്ത് ആരും തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവാകുന്ന അവസ്ഥയുണ്ടായി. ഈ വീടിനോട് ചേർന്നുള്ള ഓടിട്ട ഭാഗമാണ് ഇത്തരത്തിൽ മരം വീണ തകർന്നിരിക്കുന്നത്. ഈ പൂർണ്ണമായും മരം വീണിനോടുകൂടി ഈ ഭാഗം പൂർണ്ണമായും ഭാഗികമായി തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് വീട്ടുകാർ തന്നെ തൊഴിലാളികൾ എത്തിച്ചാണ് ഈ മരം മറ്റും മുറിച്ച് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി വലിയൊരു കാറ്റാണ് ഈ പ്രദേശത്ത് രാത്രിയോടും മറ്റും വീശുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ മരം കടപുഴകി വീഴുകയും വൈദ്യുതി ലൈനുകൾ വീഴുന്നതും വലിയ തോതിലുള്ള പ്രശ്നമാണ് പ്രദേശത്ത് സൃഷ്ടിക്കുന്നത്. KCB ഉൾപ്പെടെ ഈ ലൈനുകൾ പൊട്ടി വീണതിനു ശേഷമുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു വരികയാണ്. എന്തായാലും ഇന്നും ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് കൊട്ടാരക്കര പ്രദേശത്തുള്ളത്. ശക്തമായ കാറ്റിനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഈ വനമേഖലയിലൂടെയും മറ്റും സഞ്ചരിക്കുന്ന ആളുകൾ വലിയ തോതിലുള്ള ജാഗ്രത പുലർത്തണം. കാരണം ഇരു ഭാഗങ്ങളിലുമുള്ള വൻ വൃക്ഷങ്ങൾ കടപുഴകി വീഴാനുള്ള സാധ്യതയുണ്ടെന്ന് വനം വകുപ്പ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് പാലിക്കണമെന്നും ഒരു നിർദ്ദേശം ഈ കൊട്ടാരക്കര പ്രദേശത്ത് കൊല്ലം ജില്ലയുടെ ഈ മലയോര മേഖലയിൽ ഉണ്ട്. ഉന്മേഷ്. എ വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. കർണാടകയിലെ ഗോകർണത്തിന് സമീപം ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞ് അപകടം. 7 പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് സൂചന. അങ്കോള ഷിരാളി റോഡിലാണ് അപകടമുണ്ടായത്. അരുൺ പൂപ്പറമ്പ് ഇപ്പോൾ ബംഗളൂരുവിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഈ ആളുകൾ മണ്ണിനടിയിൽ ഉണ്ടെന്ന് ഉറപ്പിക്കുന്നുണ്ടോ? രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അരുൺ. ഉന്മേഷ, ഒടുവിലായി ലഭിക്കുന്ന വിവരമനുസരിച്ച് 3 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് അവിടുന്ന് ലഭിക്കുന്ന വിവരം. ഇത് ഇന്ന് രാവിലെയാണ് ഈ വലിയ മണ്ണിടിച്ചിലും ഈ അപകടവും ഉണ്ടായത്. അങ്കോള ഷിരാളി റോഡാണ് ഇത്. ദേശീയപാതയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശമാണ്. അവിടെ രാവിലെ ഇത്തരത്തിൽ വ്യാപകമായി മണ്ണിടിച്ചിൽ, ഈ റോഡ് മണ്ണിടിഞ്ഞ് റോഡിലേക്ക് വീഴുകയായിരുന്നു. ആ സമയത്ത് 2 വാഹനങ്ങളാണ് പ്രധാനമായും അവിടെ ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് റോഡിന്റെ ഒരു വശത്ത് പുഴയാണ്. അതുകൊണ്ട് തന്നെ വിശ്രമത്തിനൊക്കെയായി യാത്രക്കാർ പലപ്പോഴും ഈ സ്ഥലത്തെ ആശ്രയിക്കാറുണ്ട്. അവിടെ റോഡരികിൽ വാഹനം നിർത്തി വിശ്രമിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പും അങ്ങനെ ചെയ്യാറുണ്ട് എന്നതാണ് അവിടുന്ന് പ്രാദേശികമായി പറയുന്നത്. അങ്ങനെ പെട്ടെന്ന് ഈ മണ്ണിടിച്ചിലുണ്ടായി. ഈ ഒരു കുടുംബത്തിലെ 5 പേർ അപകടത്തിൽപ്പെട്ടു എന്ന തരത്തിലുള്ള വിവരമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ടാങ്കർ ലോറിയുടെ ഡ്രൈവറും ക്ലീനറും ഈ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ട്. അങ്ങനെ 7 പേർ മണ്ണിനടിയിൽപ്പെട്ടു. അതിൽ 3 പേരുടെ മൃതദേഹം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് ഒടുവിലായി ലഭിക്കുന്നത്. ഇപ്പോഴും അവിടെ തെരച്ചിൽ നടക്കുന്നുണ്ട്. പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ശക്തമായ മഴ തുടരുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. NDRF അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് സംഘമാണ് ഇപ്പോൾ ഈ മണ്ണ് പൂർണ്ണമായി നീക്കിക്കൊണ്ട് തെരച്ചിൽ നടത്തുന്നത്. ദേശീയപാതയിൽ ഗതാഗതവും മണിക്കൂറുകളായി ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. ഗോകർണത്തിന് സമീപമാണ് മണ്ണിടിഞ്ഞ് 3 പേർ മരിച്ചതായി ഇപ്പോൾ അരുൺ പൂപ്പറമ്പ റിപ്പോർട്ട് ചെയ്യുന്നത്. കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയുടെ മോർച്ചറി കെട്ടിടത്തിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. കെട്ടിടം ഭാഗികമായി തകർന്നു. മോർച്ചറിയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന്. ടോബി, വിവരങ്ങൾ. ടോബി, കേൾക്കാമെങ്കിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ? ടോബി. മോർച്ചറിയുടെ മുകളിലേക്കാണ്
ഇന്നലെ രാത്രിയിലുണ്ടായ ആ കാറ്റിലാണ് ഈ ഒരു നാശനഷ്ടം ഉണ്ടായത്. മോർച്ചറിയുടെ മുകളിലേക്കാണ് ഇത് വീണത്, മരം വീണത്. അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കുമ്മനം ഇളങ്കാവ് അമ്പലത്തിലും ഇതുപോലെ മരം വീണ് വലിയൊരു നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ സ്ഥലങ്ങളെല്ലാം തന്നെ മന്ത്രി വി എൻ വാസവൻ സന്ദർശിച്ചു. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. വലിയൊരു നാശനഷ്ടം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കണക്കെടുപ്പും കാര്യങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട്. ഇന്നലത്തെ ചുഴലിക്കാറ്റിൽ ജില്ലയുടെ പല പ്രദേശങ്ങളിലായി വ്യാപകമായി മരം വീണ് ചിലയിടത്ത് ചില വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. ചിലയിടത്ത് ചില കടകളുടെ ഭാഗത്ത് ചില വഴി തടസ്സങ്ങളുണ്ടാക്കി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇപ്പോൾ ഈ അളങ്കാവ് ക്ഷേത്രത്തിൽ ഇന്നലെ സായാഹ്നത്തിലുണ്ടായ ഒരു 500 വർഷത്തിലേറെ പഴക്കമുള്ള മരമാണെന്നാണ് ഇതിൻ്റെ ഭാരവാഹികളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇവരാണെങ്കിൽ കഴിഞ്ഞ 40 വർഷം മുമ്പ് ഈ മരത്തെ ആദരിക്കുക ചെയ്തതാണ്. അത്ര പഴക്കമുള്ളൊരു മരമാണ്. കണ്ട എത്ര ഭീമാകാരനായ ഒരു മരമാണ്. എൻ്റെ അടി കടപുഴകി വീണു. അത്രത്തോളം ഈ കുറേ ദിവസങ്ങളായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള മഴയാണ് ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനം. ഞാനിപ്പോൾ അങ്ങോട്ടോ ഇത് കഴിഞ്ഞ് അങ്ങോട്ടാണ് പോവുക. അപ്പോൾ കോട്ടയം ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയുടെ മുകളിലേക്ക് ഒരു മരം വീണു. മോർച്ചറി കെട്ടിടാകെ തകർന്നു പോയിട്ടുണ്ട്. ഞാനിത് കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ വ്യാപകമായിട്ട് അതേ സൂചിപ്പിച്ച ഇത് മാത്രമല്ല, ജില്ലയിൽ പല പ്രദേശങ്ങളിൽ വീടുകൾക്ക് നാശനഷ്ടം, കൃഷിനാശനഷ്ടം, അതുപോലെ ഗതാഗതം ചില സ്ഥലത്ത് തടസ്സപ്പെട്ടു. കുമരകം വൈക്കം റൂട്ടിലൊരു മരം വീണ് കുറേ സമയം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം തിട്ടപ്പെടുത്താൻ വേണ്ടി റവന്യൂ അധികൃതരോട് പറഞ്ഞു. അവരെല്ലാം വളരെ യുദ്ധകാല അടിസ്ഥാനത്തിൽ അത് തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇപ്പോൾ ഈ ക്ഷേത്രത്തിലെ ഇത് പ്രധാനപ്പെട്ട ഭക്തജനങ്ങളെല്ലാം വന്നു ചേരുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ ഇന്ന് കർക്കിടക മാസം 1 ധാരാളം ഭക്തജനങ്ങൾ രാവിലെ വരുന്ന ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് സംഭവിച്ചെങ്കിൽ ഭയാനകമായിരുന്നു. അത് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഏതായാലും ആളുകളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഇത് വീണെന്നുള്ളതാണ് ആകെയുള്ളൊരു ആശ്വാസം. മറ്റാർക്കും പരിക്കുകളൊന്നുമില്ല. ക്ഷേത്രത്തിൻ്റെ ആനക്കൂട്ടിലും മറ്റ് ചില മന്ദിരങ്ങളും എല്ലാം പോയെന്നുള്ളതേ ഉള്ളൂ. ക്ഷേത്രത്തിന് മുകളിലേക്ക് വീണം. മന്ത്രി പറയുന്നത് എന്തായാലും റവന്യൂ വിഭാഗത്തിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ജില്ലയിലെ മൊത്തം നാശനഷ്ടങ്ങളുടെ കണക്കെടുക്കാൻ. മോർച്ചറിയുടെ മുകളിൽ മരം വീണ സാഹചര്യത്തിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിട്ടുണ്ട്. ടോബി ജോൺസൺ കോട്ടയത്ത്. വയനാട് ദേശീയപാതയിൽ വെള്ളം കയറി. മുത്തങ്ങ പൊൻകുഴി ആനക്കടവിലാണ് വെള്ളം കയറിയത്. സുജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ഇപ്പോൾ വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. സുജിത്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്? വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് എത്താം. വയനാട്ടിലെ കല്ലൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ യുവാവ് മരിച്ചു. കല്ലൂർ സ്വദേശി രാജുവാണ് കോഴിക്കോട്ടെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. സുജിത്ത്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കല്ലുമുക്ക് സ്വദേശിയായ രാജുവാണ് മരിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ടാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം നാളെയാണ് ഇവിടേക്ക് എത്തിക്കുക എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗവും നമ്മോടൊപ്പം ചേരുകയാണ്. അമൽ ജോയ്, ഷീജ സതീഷ് എന്നിവരാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഈ ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ നിങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിയിരുന്നു പരിക്കേറ്റ ഘട്ടത്തിൽ. പരിക്കേറ്റ ഘട്ടത്തിൽ തന്നെ ഇന്നലെ ഹൈവേ ഉപരോധവുമായി ബന്ധപ്പെട്ട് തന്നെ ഇവിടുത്തെ പാർട്ടി എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇന്നലെ ഹൈവേ ഉപരോധിക്കുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായി. ഒരു കോമ്പൻസേഷൻ എന്നുള്ളതല്ല, ആ ഒരു കുടുംബത്തിൻ്റെ ഒരു അത്താണി തന്നെയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുള്ളത്. വളരെ ദുഃഖത്തോടു കൂടിയാണ് ഈ വാർത്ത ഞങ്ങളൊക്കെ അറിഞ്ഞത്. വളരെ സങ്കടമുണ്ട്. തൊഴിലുറപ്പ് തൊഴിലാളികളാണ് രണ്ടുപേരും. കുട്ടികളാണെങ്കിലൊക്കെ വിദ്യാഭ്യാസപരമായി ചെറിയ ക്ലാസ്സുകൾ പഠിക്കുന്ന കുട്ടികളുമാണ്. അപ്പോൾ വളരെ സങ്കടത്തോടും വിഷമത്തോടും കൂടിയാണ് ഈ വാർത്തയും ഞെട്ടലൊക്കെ ഞങ്ങൾ ഈ പഞ്ചായത്തിലെ ഭൂരിഭാഗം ജനങ്ങളും അറിഞ്ഞിട്ടുള്ളത്. ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ എന്താണ്? ധനസഹായം, സർക്കാരിൻ്റെ ധനസഹായം ഒരു കോമ്പൻസേഷൻ കൊടുക്കുന്നത് 10 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. അത് പോരാ. ശരിക്കും പറഞ്ഞാൽ അവരുടെ തുടർന്നുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ഒക്കെ ആയിട്ട് അവരുടെ ജീവിതം മുഴുവൻ ഏറ്റെടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകണം. അത് മാത്രമല്ല, ഇനിയൊരു രാജു ഇത്തരത്തിലുണ്ടാവാൻ പാടില്ല എന്നുള്ള വനംവകുപ്പിനോടുള്ള ഒരു അറിയിപ്പും കൂടിയായിട്ടാണ് പഞ്ചായത്ത് ഇതിനെ കാണുന്നത്. നിങ്ങൾ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പ്രതിഷേധം താങ്കളുടെയൊക്കെ നേതൃത്വത്തിൽ നടന്നിരുന്നല്ലോ. നാളെ രാവിലെയോട് കൂടിയിട്ടാണ് മൃതദേഹം എത്തുകയാണെന്നാണ് അറിയുന്നത്. MLA അടക്കമുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആളുകളടക്കം അവിടേക്ക് പോയിട്ടുണ്ട്. ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ നാളെ എത്തുന്ന മുറയ്ക്ക് നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതായിരിക്കും. ഇപ്പത്താണ് ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കിട്ടിയത് പൂർത്തിയാകുന്നു.